നമ്മുടെ പുട്ടിക്ക് പുതിയതായിട്ട് നല്ലൊരു പണി കിട്ടിയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഹിന്ദിക്കാർ പുട്ടീനെ പട്ടീന്ന് വിളിക്കുന്ന കേൾക്കാം. എന്തായാലും സംഗതി VUTTY ആണ്. ഈ പുതിയതായിട്ട് കിട്ടിയ പണീൻ്റെ പേര് എന്താ വെച്ചാൽ CVE 2024 31497. വലിയ പേരൊക്കെയാണ്. സംഗതി എന്താ വെച്ചാൽ ഒരു 10-60 ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ വൾനറബിലിറ്റി. ഇത് കണ്ടുപിടിച്ചത് ഫേബിയൻ ബോമറും മാർക്കസ് ബ്രിങ്മാനുമാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ ഇതിൻ്റെ CVS സ്കോർ എന്ന് പറയുന്നത് മീഡിയത്തിൽ കിടക്കുന്ന സാധനമാണ്. നമ്മൾ IT-കാർക്കൊക്കെ പുട്ടി അത്യാവശ്യം നല്ലോണം അറിയുന്ന ആൾക്കാരായിരിക്കും. പുട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ പുട്ടി എന്താ പറയുക, സെക്യൂർ ഷെൽ പ്രോട്ടോക്കോളിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ പുട്ടി എന്ന് പറയുന്ന സാധനം. നമ്മൾ ഷെല്ലെടുക്കാൻ ഡിവൈസസിൻ്റെ ഷെല്ലെടുക്കാൻ വേണ്ടി പുട്ടി യൂസ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. സിസ്കോ ഔട്ടേഴ്സിലേക്കാണെങ്കിലും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ പുട്ടിയാണ് യൂസ് ചെയ്യുന്നത്. പുട്ടി യൂസ് ചെയ്യില്ല ചിലപ്പോൾ WinSCP അല്ലെങ്കിൽ മിനികോം യൂസ് ചെയ്യും. മിനികോം ഹൈലി കസ്റ്റമൈസബിൾ സാധനമാണ്. ഡ്രൈവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, നമ്മൾ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അധികം ലിനക്സിനെ മിനികോം വെച്ചിട്ട് നടക്കാറുണ്ട് പരിപാടികളൊക്കെ. അപ്പോൾ നോർമലി നമ്മൾ പുട്ടി യൂസ് ചെയ്യുമ്പോൾ IP കൊടുക്കും, ഡിവൈസിൻ്റെ IP-യും യൂസർ നെയിം പാസ്വേഡും ഒന്നെങ്കിൽ SSH എടുക്കും, സീരിയൽ അല്ലെങ്കിൽ ടെൽനെറ്റ് എടുക്കും. അങ്ങനെയാണ് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡും കൊടുക്കണം, എപ്പോഴും കൊടുക്കണം. അല്ലെങ്കിൽ സെഷൻ സേവ് ചെയ്ത് വെച്ചാലും ജസ്റ്റ് യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി, പാസ്വേഡ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണ് പുട്ടീൻ്റെ കാര്യം. ഈ പുട്ടി നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പുട്ടി അല്ലാണ്ട് ഇതിൻ്റെ വേറെ 2 ടൂൾസ് കൂടിയുണ്ട്. പുട്ടി കീ ജനറേറ്ററും പിന്നെ പുട്ടിയുടെ ഒരു പേജൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഈ 2 സാധനവും ഈ SSHൻ്റെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയുടെ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയുടെ സാധനങ്ങളാണ്. അതായത് ഈ പുട്ടി കീ ജനറേറ്റർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ പബ്ലിക്കും പ്രൈവറ്റും കീ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സർവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാത്തിലും കയറി ലോഗിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മെനക്കെട്ട പരിപാടിയാണ്. IP-യും യൂസർ നെയിം പാസ്വേഡും. അപ്പോൾ അതിന് പകരം നമുക്ക് ഒരു എളുപ്പവഴി എന്താ വെച്ചാൽ നമ്മളൊരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുക, നമ്മൾ പ്രൈവറ്റ് കീ സേവ് ചെയ്ത് വയ്ക്കുക. ഈ ടൂൾ യൂസ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പറയുമ്പോൾ ഇത്ര സിമ്പിളായിട്ട് പറയാം, പക്ഷേ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേറ്റ് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ആൽഗോരിതം സെലക്ട് ചെയ്യണം. RSA ആണോ ECDSA ആണോ, 2-3 ആൽഗോരിതംസ് വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ECDSA സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. എന്താ കാര്യം വെച്ചാൽ നമ്മളെ കഥയിലെ വില്ലൻ ECDSA ആണ്. അപ്പോൾ നമ്മൾ ECDSA സെലക്ട് ചെയ്ത് ജനറേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പബ്ലിക് കീയും കിട്ടും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് സേവ് പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. നമ്മൾ പബ്ലിക് കീ എന്താക്കും, ഈ എവിടെയെങ്കിലും ഒന്ന് കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സേവ് പ്രൈവറ്റ് കീ നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പബ്ലിക് കീ നമുക്ക് ലോഗിൻ ചെയ്യേണ്ട സർവേഴ്സിൻ്റെ ഓതറൈസ്ഡ് കീയിൽ, SSHൻ്റെ ഓതറൈസ്ഡ് കീയിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഒന്നും അടിച്ച് കയറേണ്ട ആവശ്യമില്ല. ഇത് സേവ് ചെയ്ത് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവർ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യും. ഈ സിഗ്നേച്ചർ വെരിഫൈ വരുമ്പോഴും അവരുടെ കയ്യിൽ പബ്ലിക് കീ ഉണ്ട്, നമ്മളെ കയ്യിൽ പ്രൈവറ്റ് കീ ഉണ്ട്. ഈ പേജൻ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ അയക്കുമ്പോൾ അവിടെയുള്ള പബ്ലിക് കീ വെച്ചിട്ട് ഇവർ വെരിഫൈ ചെയ്യും, നമ്മളാണോ അയാളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കണ മാതിരി അവർ വെരിഫൈ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഈ പേജൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൂളാണ് ഒരുപാട് സർവേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും ഈ പ്രൈവറ്റ് പബ്ലിക് കീയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കുട്ടിയുടെ സൈഡിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വേറെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഗിറ്റബ് ഉണ്ടല്ലോ, ഗിറ്റബിലും ഇതേപോലെ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ തവണ ലോഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്സസ് ചെയ്യുമ്പോൾ ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് കീ ഈ സാധനം വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. SSH കീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കഥയിലെ പ്രധാന വില്ലൻ ECDSA ആണ്. നമ്മൾ ഈ പബ്ലിക് പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ECDSA എന്ന് പറയുന്ന അൽഗോരിതം, അതായത് എലിപ്റ്റിക്കൽ കർവ് ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതം, പേര് പറയുമ്പോൾ തന്നെ ഇത് RSA പോലെ തന്നെയുള്ള ഒരു അൽഗോരിതമാണ്. പക്ഷേ RSAനെക്കാട്ടും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, ബ്രേക്ക് ചെയ്യാൻ കുറച്ചുകൂടി പാടാണെന്നാണ് ECDSA പറയുന്നത്.
ഈ CDSA യൂസ് ചെയ്യുന്നത് ഈ എലിപ്റ്റിക്കൽ കർവ് എന്ന് പറയുന്നൊരു അൽഗോരിതമാണ്. എന്താ സംഗതി വെച്ചാൽ നമ്മൾ ഈ കർവ് കണ്ടിട്ടില്ലേ, എലിപ്റ്റിക്കൽ കർവിൻ്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലൊരു ബോൾ പെട്ടാലേ പെട്ടെന്നൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പം അതായത് ഇതിൻ്റെ എൻഡിങ് പൊസിഷനും സ്റ്റാർട്ടിങ് പൊസിഷനും കിട്ടിയാൽ പോലും ഈ ബോൾ എത്ര പ്രാവശ്യം കറങ്ങി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ആൽഗോരിതം വർക്ക് ചെയ്യണത്. ഡീപ്പായിട്ട് പഠിക്കേണ്ടവർക്ക് മാത്തമാറ്റിക്സും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. ഈ ECDSA എന്നാണ് ഇതിൻ്റെ പേര്. ഈ ECDSAയിൽ തന്നെ 2-3 സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിലൊരു സ്റ്റാൻഡേർഡാണ് NIST, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി എന്നാണ്. അവരുടെ ഈ 521 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ECDSA അതായത് ECDSAയിലെ ഈ NIST 521 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിക് പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഈ വൾനറബിലിറ്റി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ 2 യൂസ് കേസ്. ഒന്ന് ഗിറ്റബിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഈ കീ അവിടെ ഉണ്ടെങ്കിൽ, പബ്ലിക് കീ നമ്മൾ ഓൾറെഡി ഓതറൈസ്ഡ് കീയിലെ സെക്ഷനിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ കമ്മിറ്റ് ചെയ്യാനുള്ള ആക്സസ് തരും. കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യമുള്ളത് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇനിയിപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും നോക്കണ്ടേ. അതായത് നമ്മളിപ്പോൾ ഒരുപാട് സർവേഴ്സിൽ ഇപ്പോൾ ഒരു അറ്റാക്കർ നമ്മുടെ ഒരു സർവർ, ഒരു SSHൻ്റെ സർവർ കോംപ്രമൈസ് ചെയ്ത് വിചാരിച്ചാൽ മൊത്തം ഡിജിറ്റൽ സിഗ്നേച്ചർ അയാളുടെ അടുത്തുണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൽ നിന്ന് നമ്മളെ പ്രൈവറ്റ് കീ അയാൾക്ക് കിട്ടും. പക്ഷെ ഓൾറെഡി സെർവർ കോംപ്രമൈസ് ചെയ്താലാണ് ആ സാധനം കിട്ടുക എന്നുള്ളതുകൊണ്ടാണ് ഇത് മീഡിയത്തിലേക്ക് പോയത്. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഈ പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിനേക്കാളും വലിയ പ്രശ്നം ഗിറ്റബിൽ വരുമ്പോഴാണ്. ഗിറ്റബിൽ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സിറ്റ് ബാക്ക് ഡോർ പോലെ ഈ പബ്ലിക് റെപ്പോസിറ്ററീസിലുള്ള ഈ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അതിലേക്ക് ആര് വേണമെങ്കിലും കയറി കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അതിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് അവർക്ക് ഫയൽസ് ആഡ് ചെയ്യാം. അവർ കമ്മിറ്റ് ചെയ്തിട്ട് ഈ എക്സിറ്റ് ബാക്ക് ഡോർ പോലെ ഒരു സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് വരുത്താനുള്ള സാധ്യത കൂടുതലുണ്ട്. അതായത് ഈ ഓൾറെഡി കോംപ്രമൈസ് ആയിട്ടുള്ള സെർവറിൻ്റെ ആ ഓപ്ഷനേക്കാളും വലിയ പ്രശ്നമാണ് ഈ ഗിറ്റബിൻ്റെ പ്രശ്നം വരിക. കാരണം അത് പബ്ലിക്കാണ്, സിഗ്നേച്ചേഴ്സ് ആർക്കും എടുക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ പ്രൈവറ്റ് കീ എടുക്കുക. എന്നിട്ട് ആ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഇയാൾക്ക് കമ്മിറ്റ് ചെയ്യാലോ. ഒരു മലീഷ്യസ് അറ്റാക്കറെ പോലെ ഇയാൾക്ക് കമ്മിറ്റ് ചെയ്താൽ നമ്മുടെ എക്സിറ്റ് ബാക്ക് ഡോർ പോലെ എല്ലാവർക്കും പണി കിട്ടും. പിന്നെ ഇപ്പോൾ ഇവർ കുട്ടിയുടെ പുതിയ വേർഷനിൽ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പുട്ടി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ, WinSCP, ഫയൽസില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. പഴയ വേർഷൻ വെച്ചിരിക്കേണ്ട, പണി കിട്ടും. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ കീ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സർവേഴ്സും പിന്നെ ഒരുവിധം വെള്ളത്തിലേക്ക് ഒരേ കീ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഒന്നുകൂടി ഒന്ന് പഠിക്കുക. ഇതിൽ മെയിനായിട്ട് ECDSAയുടെ അൽഗോരിതം നല്ല രസമുണ്ട്. ലൈക്ക് ഒരു ബോൾ ഒരു എലിപ്റ്റിക്കൽ കർവിനുള്ളിൽ ട്രാപ്പ് ആയാൽ അതിൻ്റെ ലോഗരിതംസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ECDSA അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ NIST 5 നിങ്ങൾ പേടിക്കേണ്ട കാര്യം എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ഡീഫോൾട്ടായിട്ട് നമ്മൾ RSA ആണ് നമ്മൾ പബ്ലിക് പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. ഡീഫോൾട്ട് അതാണ് അതുണ്ടാവുക. നിങ്ങളിനി ECDSA എടുത്തിട്ട് അതിൽ ഈ NIST 521 ആണ് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. പിന്നെ നിങ്ങളുടെ സർവർ കോംപ്രമൈസ് ആയിരിക്കണം. മറ്റേത് പിന്നെ ഗിറ്റബാണ്. ഗിറ്റബിൽ കിട്ടിക്കഴിഞ്ഞാൽ പണി പാടും. അത്രയാണ് ഈ CV2024 31497 കാര്യങ്ങൾ.